termination secret number 1, they all will change. സ്റ്റാഫിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫൗണ്ടേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് they will change. ഇന്ന് അഖിൽ എൻ്റെ കൂടെ സൂപ്പർ പെർഫോമറായിട്ട് നിൽക്കുന്നു, സ്റ്റാർ പെർഫോമറായിട്ട് നിൽക്കുന്നു. ഇന്ന് അഖിലുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്നും അഖിൽ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നല്ല. ഞാൻ ഒറ്റ കമ്മിറ്റ്മെൻറ്റേ ചോദിച്ചിട്ടുള്ളൂ, അഖിലെ 2028 വരെ, അടുത്ത 3 വർഷത്തേക്ക് അഖിൽ എൻ്റെ കൂടെ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പ് തരണം. സീക്രട്ട് നമ്പർ 1, ദേ ഓൾ വിൽ ചേഞ്ച്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എംപ്ലോയീസിനെ സംബന്ധിച്ച് ദെയർ ക്ലോക്ക് വിൽ സ്റ്റോപ്പ് വൺ ഡേ. എല്ലാ മനുഷ്യൻ്റെയും ക്ലോക്ക് ഒരു ദിവസം നിൽക്കും. അതായത് ഇവൻ്റെ പ്രയോറിറ്റി മാറും, ഇവൻ്റെ ചൂട് മാറും, ഇവൻ്റെ ആ ഒരു ആവേശം കുറയും, ഇവൻ്റെ ക്ലോക്ക് നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ അവൻ വിഷണറി ആയിരിക്കണം. വിഷണറിയോ ഇൻ്റഗ്രേറ്ററോ അല്ലാത്ത എല്ലാവരുടെയും ക്ലോക്ക് നിൽക്കും. നമ്മളെന്താ നിൽക്കാതെ? നമ്മൾ വിഷണറീസാണ്. അതുകൊണ്ടാണ് വീണ്ടും 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 എത്ര കഷ്ടപ്പാടുണ്ടായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ? അത്രയും സ്ട്രോങ് പർപ്പസ് നമുക്കുണ്ട്. അവൻ്റെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവൻ്റെ സ്വഭാവം മാറി, ഇവൻ്റെ ക്ലോക്ക് നിൽക്കും. സോ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അഖിലിൻ്റെ ക്ലോക്ക് നിൽക്കുമോ എന്നൊരു ചോദ്യമില്ല. ഇഫ് അഖിലിൻ്റെ ക്ലോക്ക് നിന്നാലോ? നോ നോ നോ. ക്വസ്റ്റ്യൻ ഈസ് വെൻ, എപ്പം നിൽക്കും എന്നുള്ളതാണ് എൻ്റെ നോട്ടം. പോയാലോ എന്നൊന്നില്ല, എപ്പോൾ പോകും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. സോ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇവന്മാരെ ആരെയും കണ്ടോണ്ടല്ലോ നമ്മളിത് തുടങ്ങി. ഈ വിഷൻ കണ്ടത് അവരെ കണ്ടോണ്ടല്ലോ. ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. ഒന്നും ഈ ലോകത്ത് എക്കാലവും നിലനിൽക്കുന്നതല്ല, ഇൻക്ലൂഡിങ് നമ്മൾ. എന്തോ ഈ ഡയലോഗ് അടിക്കുന്ന നമ്മൾ? 10/16 അന്ന് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാ ഈ നമ്മൾ വരെ പോകും. സോ നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. എന്നും എക്കാലവും എല്ലാവരും നമ്മളുടെ കൂടെ കാണും എന്ന് വിചാരിക്കും. നമ്മൾ ഇന്ന് സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ വിട്ടൊരു ദിവസം പോകും. അതുപോലെയാണ് നമ്മളുടെ എംപ്ലോയീസ്. അവർ ഒരു ദിവസം പോകും. ക്വസ്റ്റ്യൻ ഈസ് വെൻ. അപ്പോൾ ഉള്ള കാലം അവരെ പരമാവധി അവനും നമുക്കും ഗുണം വരുന്ന രീതിയിൽ കൂടെ നിർത്തി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. കാരണം എന്താ? അവൻ്റെ പ്രയോറിറ്റീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഫാമിലി വൈസ് ആകാം, കരിയർ വൈസ് ആകാം, അവൻ്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, നമുക്കറിയില്ല. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. സോ നമുക്കെപ്പോഴും നമ്മളുടെ ടീമിനെ സംബന്ധിച്ചാലും എന്തിനെ സംബന്ധിച്ചാലും നമുക്ക് 2 കാര്യങ്ങൾ വേണം. എപ്പോഴും നമുക്ക് വേണ്ടതാണ്, ഒന്ന് പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ. പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ. എന്താണ് പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ? ശുഭാപ്തി വിശ്വാസം. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ എടുക്കുന്നു. ഞാനപ്പം പ്രതീക്ഷിക്കണം, അഖിൽ എൻ്റെ കൂടെ നിൽക്കുന്നു, അഖിൽ വളരുന്നു, ഞാനും വളരുന്നു, അഖിൽ ടീമിനെ സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് പോസിറ്റീവ്. ഇത് വേണം. അതോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് പ്രിപ്പറേഷൻ. നെഗറ്റീവ് പ്രിപ്പറേഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സ്റ്റാഫിനെയും ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് കൊണ്ടുപോകരുത്. ബിൽഡ് സിസ്റ്റം. എന്താണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ? അഖിൽ എന്തൊക്കെ ചെയ്യുന്നു അതിനെ ഒരു സിസ്റ്റം ആക്കി മാറ്റിയാൽ അഖിലല്ലെങ്കിലും ആരില്ലെങ്കിലും ഈ സിസ്റ്റം ആരെങ്കിലും ചെന്നിരുന്നോ മതി, ഓട്ടോമാറ്റിക്കലി ഓടിക്കോളും. അതാണ് നെഗറ്റീവ്. എന്തിനാണ് സിസ്റ്റം ബിസിനസ്സിൽ? ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രിപ്പറേഷൻ. ഇന്ന് പെർഫോം ചെയ്യുന്നവൻ പോയാലും, ഇന്നിപ്പം ഈ പ്രോഗ്രാം വൻ വിജയമാണ്. ഈ പ്രോഗ്രാം വിജയിച്ചതിൻ്റെ പിന്നിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് മാർക്കറ്റിങ്ങിൽ, സെയിൽസിൽ, ഓഫറിൽ, പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാകില്ലേ? എവറിത്തിങ്. പ്രോഗ്രാം അനൗൺസ് ചെയ്ത അന്ന് മുതൽ, പേരിട്ട നിമിഷം മുതൽ ഇന്ന് ഈ പ്രോഗ്രാം അവസാനിച്ച് ഇവിടുന്ന് കിങ്സ് ക്ലബിൻ്റെ ക്ലോസിങ് കഴിയുന്നിടം വരെയുള്ള എല്ലാ കാര്യവും അഖിലിനെ കൊണ്ട് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തിനാ? നാളെ അഖിലില്ല, പകരം വരുന്നവൻ ഈ ഡോക്യുമെൻ്റ് എടുത്തു വെച്ചിട്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഹി ക്യാൻ റിപ്പീറ്റ് ദ സെയിം ഈവൻ ഇഫ് ഇറ്റ് ഈസ് 80%. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. 250 പേര് കാണത്തില്ലായിരിക്കും, ഒരു 20% കുറയും, 200 പേര് മതി. ഒന്നും ഇല്ലാതാവില്ല. ഇതിനാണ് സിസ്റ്റം. സോ ഒരു കാര്യം ഉറപ്പിച്ചോ, ദേ ഓൾ വിൽ ചേഞ്ച്.
സോ നമ്മളിപ്പോൾ ഒരു ടൂർണമെൻ്റാണ് കളിക്കുന്നത്. ആ ടൂർണമെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീം, ആ ടീമിനെ കൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ദാറ്റ് സിസ്റ്റം. ഒരു പ്രോസസ്സ് ഉണ്ടാക്കി ഈ പ്രോസസ്സിനെ വേണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. കാരണം നെവർ ഡിപ്പെൻഡ് ഓൺ എ പേഴ്സൺ ബിക്കോസ് ദേ ഓൾ വിൽ ചേഞ്ച്. ചിലർ പറയാറുണ്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് എനി വൺ എനിമോർ. ഒരുത്തൻ പണി തന്നിട്ട് പോകുമ്പോഴത്തേക്കിന് ഇനി ഒരുത്തനെ ഞാൻ വിശ്വസിക്കത്തില്ല, ഒരുത്തൻ്റെ കയ്യിൽ ഞാൻ കണക്ക് കൊടുക്കത്തില്ല, ഒരുത്തൻ്റെ കയ്യിലും പൈസ കൊടുക്കത്തില്ല, എല്ലാവനും പറ്റിയില്ല. കേരളത്തിൽ ഒരുത്തനും പണിയെടുക്കത്തില്ല, കേരളത്തിൽ നല്ല സ്റ്റാഫിനെ കിട്ടില്ല. ഇറ്റ് ഈസ് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല സ്റ്റാഫിനെ കിട്ടില്ല. നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളില്ലാതെ ഇതൊന്നും നടക്കത്തില്ല എന്ന തോന്നൽ വേണ്ട. എവരി വൺ ക്യാൻ ബി റീപ്ലേസ്ഡ്. ഇവിടെ ആരും അങ്ങനെ അബ്സല്യൂട്ട് എസെൻഷ്യൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്കൊരു തോന്നൽ വേണ്ട നിങ്ങളുണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ എന്ന്. ഞാൻ ഈ പറയുന്ന പോസിറ്റീവ് എക്സ്പെക്റ്റേഷനിൽ എനിക്ക് 5 കൊല്ലം കഴിഞ്ഞും 10 കൊല്ലം കഴിഞ്ഞും ട്രെയിനിങ് എടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ ഉണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതായാൽ എന്തു ചെയ്യും? 1, 2, 3, 4, 5, 6, 7 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്തിനാ? അവിടെ ലൈവ് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ? ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ക്ലാസ് ഒരു അസറ്റായിട്ട് മാറും എൻ്റെ ടീമിന്. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് വിറ്റ് അവർക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാം. ഞാൻ ബിസിനസ് റൺ ചെയ്യല്ല, ഓരോ ദിവസവും എൻ്റെ ബിസിനസ്സിൽ അസറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോ? ഏതവൻ എപ്പം നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയാലും, എത്ര ഇമ്പോർട്ടൻ്റ് പൊസിഷനിലിരുന്നവൻ പോയാലും ആദ്യം നമുക്ക് വിഷമം തോന്നിയെങ്കിലും ഇന്നൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് അവൻ പോയപ്പോൾ അതിനേക്കാൾ മികച്ചവനെ അല്ലയോ നമുക്ക് കിട്ടിയിട്ടുള്ളേ? ഏതവൻ പോയാലും അതിനേക്കാൾ പൊന്ന് നമ്മളെ തേടി വന്നിട്ടുണ്ട്. ശരിയാണോ? അപ്പം ഇവൻ പോകുന്നത് എന്തിനു വേണ്ടിയാ? ഇവനേക്കാൾ മികച്ച ഒരുത്തൻ വരാൻ വേണ്ടി. അത് പ്രകൃതിയുടെ നിയമമാണ്. ഓട്ടം നീ. അതുകൊണ്ട് ഈ ഫയർ ചെയ്യുമ്പോഴത്തെ സങ്കടം ഉണ്ടല്ലോ, ആ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. സോ ഒന്നും എക്കാലവും നിൽക്കില്ല, ഇൻക്ലൂഡിങ് പാർട്ട്നേഴ്സ്, ഇൻക്ലൂഡിങ് വെൻഡേഴ്സ്, ഇൻക്ലൂഡിങ് കസ്റ്റമേഴ്സ്, ഇൻക്ലൂഡിങ് യുവർ എംപ്ലോയീസ്. ഒന്നും എക്കാലവും നിൽക്കില്ല. Termination secret number 4. Cut your losses early. Cut your losses early. നഷ്ടം എത്രയും പെട്ടെന്ന് നിർത്തുക. ഒരിക്കലും ഒരുത്തനെ പറഞ്ഞു വിടണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ തീരുമാനം വലിച്ചു നീട്ടിക്കൊണ്ടുപോകരുത്. മാസങ്ങളോളം വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകരുത്. ഓരോ മാസം കഴിയും തോറും നമ്മളുടെ നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കത്തേ ഉള്ളൂ. ആ കൂടെ ഉള്ളവന് 6 മാസമായി, 1 കൊല്ലമായി, എന്തെങ്കിലും മാറ്റമുണ്ടോ? 30 ദിവസം തൊട്ട് 90 ദിവസം വരെ മാറ്റം വരാത്ത ഒരു മനുഷ്യനും ഇനി ജന്മത്ത് മാറത്തില്ല. അതുകൊണ്ട് 3 months നോക്കുക, ഇല്ല വിട്ടേക്കുക. കോച്ചിങ്, വെർബൽ വാണിംഗ്, റിട്ടൺ വാണിംഗ്, 90 ദിവസം. ഈ 90 ദിവസം കൊണ്ട് മാറാത്തവൻ ജന്മത്തിന് മാറത്തില്ലെന്നേ. സോ കട്ട് യുവർ ലോസസ് ഏർലി. മാക്സിമം 90 days. അതിനപ്പുറത്തോട്ട് നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള ലൂസേഴ്സ് ആൻഡ് ഡൂവേഴ്സ് നമ്മുടെ കൂടെ വേണ്ട. നമ്മുടെ ആ 10 കാറ്റഗറി ഉണ്ടല്ലോ, ഏത് ക്യാൻസർ പോലുള്ള ആ ഡേഞ്ചറസ്, ഇവൻ വേണ്ട. 90 ദിവസം സമയം കൊടുക്കുക. അത് വെറുതെ അല്ല. ആദ്യം കോച്ചിങ്, പിന്നെ റിട്ടൺ വാണിംഗ്, പിന്നെ വെർബൽ വാണിംഗ്. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ 90ാമത്തെ ദിവസം പറഞ്ഞു വിട്ടേക്കണം. ചിലരുടെ കേസിൽ സ്ട്രൈക്ക് ഇങ്ങനെയാണ്, നമ്മൾ 3 സ്ട്രൈക്കാണ് പറഞ്ഞത്. ചിലരുടെ കേസിൽ ഒറ്റവെട്ടായിരിക്കും. കോർ വാല്യൂസിൽ വെള്ളം ചേർത്താൽ, കോർ വാല്യൂസ് തെറ്റിച്ചാൽ ഒറ്റവെട്ടിന് പുറത്താക്കിയേക്കണം. അതവനെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് ജോയിൻ ചെയ്തപ്പോഴേ. ഇത് ലംഘിച്ചാൽ അന്ന് എന്നെ പറഞ്ഞു വിടാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ടെന്ന് അവൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. സോ 30 ദിവസം തൊട്ട് 90 ദിവസം വരെ പെർഫോം ചെയ്യാത്ത ഒരുത്തൻ ഇനി ഒരു ഗ്രേറ്റ് പെർഫോമർ ആകും, ബെസ്റ്റ് പെർഫോമർ ആകും എന്ന് സ്വപ്നം കാണുന്ന മണ്ടനാവരുത് നമ്മൾ. അവൻ്റെ ജന്മത്തിന് അവൻ നന്നാവത്തില്ല. സോ കട്ട് യുവർ ലോസസ് വിത്തിൻ 90 days. മാക്സിമം 90 days. മാക്സിമം 90 days. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 5. എൻ്റെ എല്ലാ കോർ വാല്യൂസും മാച്ച് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ആളാണ് ശ്രീലിൻ. അപ്പം സെൽ ഓൾറെഡി ഒരു ബിസിനസ് ഓണറാണ്. പക്ഷേ എന്നോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ട് എൻ്റെ ഇൻ്റഗ്രേറ്ററും ഈ 3 പില്ലേഴ്സിൽ ഒരാളായിട്ട്, ഓപ്പറേഷൻസിൻ്റെ ഹെഡായിട്ട് പ്ലസ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളുമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട്.
അപ്പം ഓൾറെഡി എൻ്റെ കോർ വാല്യൂസ് എല്ലാം ശ്രില്ല് പാലിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ജോലി സെയിൽസിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സെയിൽസ് ടീമിനെ ലീഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ സെയിൽസ് എന്ന് പറയുന്നത് ശ്രില്ലിനെ സംബന്ധിച്ച് നമ്മൾ രാവിലെ പഠിച്ച ഇന്നർ സർക്കിളിൽപ്പെട്ട ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് തിങ് അല്ല. പക്ഷേ ശ്രില്ലിൽ എൻ്റെ കോർ വാല്യൂസ് പാലിക്കുന്ന ആളാണ്. ഞാൻ എന്ത് ചെയ്തു? ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 5 ടെർമിനേറ്റ് ചെയ്തില്ല, പകരം മൂവ് ദം ടു അനദർ പൊസിഷൻ. എൻ്റെ കോർ വാല്യൂസ് മാച്ച് ചെയ്യുന്ന ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഏൽപ്പിച്ച പണി ചെയ്തില്ലെങ്കിൽ പോലും കളയരുത്, പകരം ട്രൈ ടു മൂവ് ദം ടു അനദർ പൊസിഷൻ. ഈ കോർ വാല്യൂസ് മാച്ച് ആകുന്നവരെ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടിയാൽ വിടരുത്. എന്ത് ചെയ്യണം? ട്രൈ ടു മൂവ് ദം ടു അനദർ പൊസിഷൻ. കാരണം ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ ബട്ട് നോട്ട് ഇൻ ദ റൈറ്റ് സീറ്റ്. സീറ്റ് മാറിപ്പോയതാ. റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് സീറ്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് ആളിനെ കറക്റ്റ് സീറ്റിൽ ഇരുത്തുക. കറക്റ്റ് ആളിനെ കിട്ടി, പക്ഷെ ഇരുത്തിയ സീറ്റ് മാറിപ്പോയി. തിരുത്തിയേക്കുക. ഒരു ലീഡർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ സ്കില്ല് കണ്ടെത്താൻ പറ്റും. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അവൻ പോലും തിരിച്ചറിയാത്ത അവൻ്റെ കഴിവ് കണ്ടെത്താൻ നമുക്ക് പറ്റും. ആ ബ്രില്യൻസ് കണ്ടെത്തി ആ സീറ്റിലേക്ക് അവനെ കൊണ്ടുവന്നിരുത്തിയാൽ അവൻ പൊളിയായിരിക്കും. പറഞ്ഞു വിടുകയല്ല വേണ്ടത്, മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റിയിരുത്തുക.